ഹായ് ഗായ്സ്, നമ്മളിന്ന് നമ്മുടെ ഹണിയുടെ നെയിൽസ് കട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ഒരു സമാധാനവും ഇല്ല ഹണിയുടെ നെയിൽസ് കാരണം. സോ നെയിൽസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹണീനെ കൈ കൊണ്ട് പിടിച്ചാലൊന്നും ഹണി ഇരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഹണീനെ ഞാൻ ലോക്കാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നോക്കിക്കോ നമ്മളുടെ ഹണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, കേട്ടോ ഗൈസ്, ഹണീനെ ഞാൻ ഈ ടേബിളിൻ്റെ താഴെയുള്ള ഈ ഒരു സംഭവത്തിലിട്ട് ലോക്ക് ചെയ്തു ഗൈസ്. ഹണി കണ്ട ലോക്കായിട്ടിരിക്കുന്നത് കണ്ടോ നഖം വെട്ടാൻ പോവാണ്. ഹണി, നിന്റെ നഖം വെട്ടാൻ ഇതല്ലാണ്ട് എനിക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല ഹണി. ഐ എം സോ സോറി. ഹണി നഖം നോക്കി, നഖം നീട്ടിത്തരുന്നൊക്കെ ഉണ്ട്, പക്ഷെ ആൾക്ക് അറിയില്ല ഞാൻ വെട്ടാൻ പോവാണ് എന്ന ആൾക്ക് ഒരു ഐഡിയ ഇല്ല. ആഹാ, നഖം വെട്ടിട്ടെ, ഞാൻ വെട്ടിട്ടെ ഹണി. ഇതാണ് ഹണിയുടെ നെയിൽ കട്ടർ. അപ്പോൾ നമ്മൾ ഹണിയുടെ നഖം വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ഫൈനലി നമുക്ക് ഹണിയുടെ കൈ കിട്ടി ഗൈസ്. ഇതാണ് ഹണിയുടെ കൈ. കണ്ടോ നഖം നോക്കി, നഖം ഇരിക്കണുണ്ടോ? ഇതാണ് ആളുടെ നഖം. നല്ല നെയിൽസാണ്. ഓക്കെ, സോ നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുമ്പോൾ ഈ പൂച്ചകളുടെ നെയിൽസ് കട്ട് ചെയ്യുമ്പോൾ നമ്മളിതാ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ച് ഈ നെയിൽസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റാം. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഹണി ബഹളമൊക്കെ ഉണ്ടാക്കും, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യരുത്. ഞാൻ അറ്റം മാത്രമേ കട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. കയറ്റി കട്ട് ചെയ്യാൻ എനിക്ക് എന്തൊക്കെ തന്നെയാണെങ്കിലും പേടിയാണ്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ടു ഫൈനലി നമ്മൾ ഹണിയുടെ നെയിൽസൊക്കെ കട്ട് ചെയ്തു ഗൈസ്. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് തുറന്നിടാം ആളെ. ഓക്കെ, പാവം കുറേ നേരം ഇരുന്നല്ലേ. ഇറങ്ങിക്കോ. ആ യെസ്, ഗുഡ് ഗേൾ. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ നഖമൊക്കെ വെട്ടി നല്ല മിടുക്കിയായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആള് എന്നോട് പിണങ്ങി. ഞാൻ നഖം വെട്ടിയതിൻ്റെ ദേഷ്യത്തിലാണ് ആളെന്നോട്. അല്ല ഹണി, പക്ഷെ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞങ്ങളിതെല്ലാം മറക്കും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല.